Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഈ നവരാത്രി ദിവസമൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ മിക്ക ആൾക്കാരും ആന്നേലും ഉണ്ടല്ലോ ഈ പറഞ്ഞ കൂട്ട് വെജിറ്റേറിയൻ തന്നെയാണ്. അന്നേരം പിന്നെ നമ്മൾ വരുന്ന ഗസ്റ്റ് ആന്നേ പോലും അവർ പറയും അയ്യോ എനിക്കിന്ന് ഞാൻ എല്ലാം കഴിക്കും, വെജും നോൺ വെജും എല്ലാം കഴിക്കും, പക്ഷേ എന്നാന്നോ നവരാത്രി അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വെജ് മതിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നാന്നറിയാവോ കോൺ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്നറിയാവോ? കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് വേണ്ടേ. ഇത് വെജിറ്റബിൾ ഓയിൽ മസ്റ്റ് അല്ല, നെയ്യിലാന്നേലും ചെയ്യാം. കാര്യം ഇതൊരു ഏകദേശം ബിരിയാണിയോട് സിമിലർ ആന്നു കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് നെയ്യാന്നേലും കുഴപ്പമില്ല. പിന്നെ വേണ്ടി കുറച്ച് സവാള, പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ വേണ്ടിയത് കുറച്ച് ചോളം. ഈ പച്ചച്ചോളം മേടിക്കുവാന്നേൽ അതങ്ങോട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്തേച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ടിൻ ക്യാനിൽ കിട്ടും, അതിനകത്ത് ചോളം മേടിച്ച് അത് ഓൾറെഡി വേവിച്ച് വെച്ചേക്കുമായിരിക്കും. അതിൻ്റെ ആ വെള്ളം ഫുൾ ഡ്രെയിൻ ഔട്ട് ആക്കി വെച്ച് ഒന്ന് കഴുകി എടുത്താലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ബേബി കോൺസ്, പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി മഷ്റൂം, ഇത് മറ്റേ ടിൻ മഷ്റൂം ആട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാ. ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചേച്ചാലും മതി, ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാ, പിന്നെ മല്ലിപ്പൊടി, ഇത് ഇച്ചിരി ജീരകപ്പൊടിയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന അന്നേരം പൊടിച്ചേച്ചാൽ മതി ഗരം മസാല, അല്ലെങ്കിൽ എൻ്റെ മണം മുഴുവൻ പോകും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുന്ന മല്ലിയിലയാണ്. മല്ലിയില എൻ്റെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഇച്ചിരി പുതിനായും കൂടി ഇട്ടേച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഇതിനകത്ത് കുറച്ചൊരു ഫ്ലേവർ, ഒരു ഇച്ചിരി നല്ലൊരു സ്വാദ് കിട്ടാൻ, ഫ്ലേവേർഡ് അല്ല, കുറച്ചൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഇച്ചിരി അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തേച്ചാലും മതി. തേങ്ങാപ്പാലിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താൽ മതി, അതായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടിയത് ലെയർ ചെയ്യാൻ, നമ്മുടെ ബിരിയാണി ഒന്ന് ഇച്ചിരി ലെയർ ചെയ്യാനായിട്ട് ഇച്ചിരി നെയ്യ്. പിന്നെ ഇതിനാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മസ്റ്റല്ല. ഇതിനകത്ത് പിന്നെ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചേക്കുക. ശരിക്കും ഉള്ളിയൊക്കെ വറക്കുവാന്നേൽ നമ്മൾ ശരിക്കും നെയ്യേലാണ് വറക്കുന്നത്. അന്നേരം ഒത്തിരി നെയ്യൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് വറക്കാനുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? നമ്മുടെ വെജിറ്റബിൾ ഓയിൽ മാത്രമേ എടുക്കാവുള്ളൂ, അതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ. വെജിറ്റബിൾ ഓയിലിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാമെങ്കിൽ നല്ല നെയ്യിൽ വറുത്ത പോലത്തെ മണമാണ് നമ്മുടെ ഉള്ളിക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു ടിപ്പാന്നു അത്. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കൂടുതലും വെജിറ്റബിൾ ഓയിൽ വെച്ച് ചെയ്യാം. നെയ്യാന്നേലും ഇച്ചിരി കൂടെ ടേസ്റ്റ് വരും. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ, ഒരു വലിയ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചോ. എന്നാന്നോ അത് ഈ പറഞ്ഞോട്ട് ഉള്ളി വഴറ്റാനുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി കോണ് നമ്മൾ ചേർത്തേക്കേണ്ട വെജിറ്റബിൾസ് മൊത്തം ഉണ്ട്. അന്നേരം അതെല്ലാം ഒന്ന് വഴന്ന് കിട്ടാൻ അന്നേരം ഒരു നുള്ളൊക്കെ ഒഴിച്ചാൽ ഓക്കെയല്ല, ഒരു എന്നാ പറയുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോ. അന്നേച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നുള്ളു നെയ്യും കൂടെ ചേർത്താലേ ഇതൊരു സ്വാദ് വരും. ഞാനിപ്പോൾ ഒന്ന് ചേർക്കാം അല്ലേ. ഇനി എന്നേലും വഴക്കാരേലും പറയുവാന്നേൽ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് മിണ്ടാതെ നിന്നുകൊണ്ട് കേൾക്കാം അമ്മ ആ വഴക്ക്. എന്നാലും വേല ഒരു സ്പൂണേ നെയ്യ് ഒഴിക്കുക. ഇച്ചിരി നെയ്യോട് ഒഴിച്ച് വെച്ച് നമുക്കിതിനകത്തോട്ട് ഉള്ളി വഴറ്റാനിടാവേ. ഇതിപ്പം കുഞ്ഞു കുഞ്ഞായി ആയിട്ട് അരിഞ്ഞേക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നീളത്തിൽ അരിയുമ്പോഴത്തേന് ഒത്തിരി കട്ടി കൂടി അരിയല്ല, ഇച്ചിരി നേരിയതായിട്ട് അരിഞ്ഞേച്ചാൽ മതി. എന്നാലേ നമ്മുടെ ബിരിയാണിക്കകത്തോട്ട് ഇച്ചിരി അത് ആ മിക്സായി പോത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. മസ്റ്റല്ല, ഇങ്ങനെ അരിയണം എന്ന് മസ്റ്റല്ല. എനിക്ക് ഇച്ചിരി ഇപ്പം നേരം കിട്ടിയോണ്ട് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ നോക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞത്. ഇതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയില്ലാതെ അരിഞ്ഞേച്ചാൽ മതി.
ഇതിനകത്തോട്ട് ഇടുക. അന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർക്കണേ. ഏകദേശം നമ്മളുണ്ടല്ലോ ബിരിയാണി വെക്കുന്ന കൂട് തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വെജിറ്റബിൾസ് ചേർക്കുന്നതിലും സാധാരണ ബിരിയാണിയിൽ നമ്മൾ ഇച്ചിരി എന്നാ പറയുന്നത് ആ ജീരകപ്പൊടി ചേർക്കുമല്ലോ, ഇതിനകത്ത് ആന്നേലും ജീരകപ്പൊടി ചേർക്കും. അതാ വ്യത്യാസം ഒത്തിരി പറയുന്നത്. പിന്നെ ആന്നേലും ടൊമാറ്റോ അരിഞ്ഞിട്ടാല നമ്മൾ പുലാവൊക്കെ വെക്കുന്നത്, പക്ഷേ ഇതിനകത്ത് ഇച്ചിരി പ്യൂറേ ആയിട്ടാണ് വെക്കുന്നത്. കാര്യം എന്താണെന്നറിയോ, ടൊമാറ്റോ അരയ്ക്കുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടും. പിന്നെ എക്സ്ട്രാ വെജിറ്റബിൾസ് എന്ന് പറയാൻ ഒന്നുമില്ല, അന്നേരം പുളിയായിട്ട് അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മറ്റേ ആകുമ്പോൾ ഇങ്ങനെ ഈ ടൊമാറ്റോ ഇങ്ങനെ കിടക്കും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ആ ഗ്രേവിയിലോട്ട് അങ്ങ് എന്നാ പറയുക ചേരും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരച്ച് ചേർക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു ബ്രൗൺ ആവണം. ഇതിപ്പോൾ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ട് അധികം നേരം ഒന്നും എടുക്കുകയില്ല, പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവുമേ. പെട്ടെന്ന് നമ്മൾ പിന്നെ കണ്ട പോലെ അല്ലേ, പക്ഷെ എന്നാൽ എന്നാ പറയുക വേഗം ഉള്ളി അങ്ങ് മൂത്തേ. ഇനിയാന്നു ഇതിനകത്ത് നമ്മൾ ഓരോ പച്ചക്കറി, അതായത് പച്ചക്കറി അല്ല കോൺ പുലാവല്ലേ, അന്നേരം കോൺ കുറച്ച് എന്നാ പറയുക ബേബി കോണും മറ്റേ സാധാ കോണും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. ആവശ്യം അനുസരിച്ച് അത് എത്രയാ നമ്മുടെ എന്നാ പറയുന്നത് അരിയുടെ ക്വാണ്ടിറ്റി എത്രയാന്ന് വെച്ചാൽ അത് നോക്കി വേണം ചേർക്കാൻ. ഇപ്പം ഞാനുണ്ടല്ലോ ഏകദേശം ഒരു ബൗളോളം അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഗ്രേവി വേണ്ടായോ നമുക്ക്, അന്നേരം അതിനനുസരിച്ചുള്ള കോൺ ചേർക്കണ്ടായോ. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ ബേബി കോണും കൂടെ ചേർക്കണം. പിന്നെ ഒരു ഇച്ചിരി മഷ്റൂം, പനീറും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടേൽ ചേർത്തു. എന്നാലും നമ്മൾ ഇന്ന് കോൺ പുലാവല്ലേ ചെയ്യുന്നത്, അന്നേരം കോണാന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. മഷ്റൂം മസ്റ്റൊന്നും അല്ല, ഉണ്ടെങ്കിൽ ചേർത്തച്ചാൽ മതി, ഇല്ലേൽ വിട്ടേക്കും. എന്നാലും ഇടയ്ക്കുണ്ടല്ലോ, ഇടയ്ക്ക് ആ മഷ്റൂം ഒന്ന് കടിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. ഇനി ഒരു ഇച്ചിരി നേരം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കോൺ, ഞാനിപ്പോൾ ടിന്നിൽ വരുന്ന കോണാണ് മേടിച്ചത്, അന്നേരം അതിനകത്ത് ഒരു ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഉണ്ട്. ആ വാട്ടർ മുഴുവനും നമ്മൾ ആ വെള്ളം മുഴുവൻ പറ്റിയേച്ചു വേണം ബാക്കി ചേർക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് അങ്ങ് കുഴഞ്ഞു പോവേ. അതുകൊണ്ട് മാക്സിമം വെള്ളം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ മാക്സിമം വെള്ളം അതിനകത്തുള്ളത് എല്ലാം അങ്ങ് പറ്റിക്കുക, എന്ന് വെച്ചാൽ അങ്ങ് ചേർത്തേച്ചാൽ മതി. ഇല്ലെന്നുണ്ടേ വരുന്നതാണ് ഞാൻ പറയാം, മാക്സിമം ഡ്രൈ ആക്കി എടുക്കുക, എന്നാലേ നമുക്ക് ആ ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്യാനൊക്കത്തുള്ളേ. ഇതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോ പ്യൂരെ എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഇത് പ്യൂരെ മേടിച്ചേക്കുക, അല്ല ടൊമാറ്റോ ആണെങ്കിൽ ഒരു മുഴുത്ത ടൊമാറ്റോ മാത്രം മതി, അതങ്ങോട്ട് ചേർത്താൽ മതി. അരച്ച് ചേർക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടുവാന്നേൽ 2 മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാൽ മതി. ടൊമാറ്റോയുടെ ചേർത്ത് കഴിഞ്ഞാൽ എന്നാ പറ്റുന്നറിയോ, നമുക്ക് ആ പൊടിയൊക്കെ ചേർക്കണേ. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഇരുന്നോട്ടെ, എന്നാന്നോ നമ്മൾ പൊടി ഇടുമ്പോഴത്തേന് ആ പൊടി ഇച്ചിരി പെട്ടെന്നൊന്ന് ഡ്രൈ ആവും, എന്നാൽ ആ പൊടി ഒന്ന് വെന്ത് കിട്ടണ്ടായോ, അന്നേരം ആ പൊടിയും കൂടെ ഒന്ന് ഇച്ചിരി വേവാനും മൂക്കാനും ഒക്കെ ആയിട്ട് ആ ടൊമാറ്റോയുടെ വെള്ളം ഇരുന്നോട്ടെ. അന്നേരം ആ സമയത്ത് തന്നെ നമുക്ക് ആ പൊടിയും കൂടെ ഒന്ന് ചേർക്കാവേ. ആദ്യം ഒരു സ്വല്പം മഞ്ഞപ്പൊടി, പിന്നെ ആന്നേൽ ഇച്ചിരി മുളക് പൊടി, എരിവ് അനുസരിച്ച്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നോ, ഇച്ചിരി പച്ചമുളക് അരിഞ്ഞിട്ടേച്ചാൽ മതി. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ വഴറ്റിയില്ലായിരുന്നു, അന്നേരത്തേനും ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടാലോ അല്ലെങ്കിൽ ചതച്ചിടുവാന്നേലോ കുറച്ചുകൂടെ എരിവ് കിട്ടും. ഇത് അത്രയും സ്പൈസി അല്ല, എന്നാലും ഒരു ഇച്ചിരി സ്പൈസി ഉണ്ടാകത്തുള്ളേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്വല്പം ജീരകപ്പൊടി, ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി. പിന്നെ ഗരം മസാല,
ആ പൊടി എല്ലാം നമ്മുടെ കോണയിലുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് പിടിക്കണേ. അന്നേരം മാക്സിമം അതിനെ ഇളക്കി കൊടുക്കുക. അന്നേച്ച് എത്ര മല്ലിയില ഉണ്ടോ അത്ര ഇടരുത്, കുറച്ച് അതിൻ്റെ 50 മാത്രം ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്നാന്ന് പറയാം, ചോറിലിട്ടേച്ചൊന്ന് അലങ്കരിക്കണ്ടായോ, അന്നേരം പിന്നെ അത് ഇല്ലാതെ പോരണ്ടല്ലോ. ഇനി ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയാമോ? ഒത്തിരി പ്രയാസമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പറയട്ടെ, നമ്മൾ ബിരിയാണി ചെയ്തതും ഗാർലിക് റൈസ് ചെയ്തതും ഗാർലിക് റൈസ് ഇച്ചിരി എളുപ്പമായിരുന്നു. ബാക്കി ബിരിയാണി പുലാവ് എല്ലാം ചെയ്തേക്കാട്ട് നോക്കുവാന്നേല ഇതൊരു ഇച്ചിരി എളുപ്പമുള്ള ഒരു ഏർപ്പാടാണ് കേട്ടോ, കോൺ പുലാവ് എന്ന് പറയുന്നത്. ഇന്നും നമ്മൾ ഒരു വ്യത്യാസമായിട്ട് കഴിക്കേണ്ടായോ. അന്നേരം പിന്നെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞതിനകത്ത് റൈസിൻസോ കാഷ്യൂനട്ട്സോ ഒന്നുമില്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇടാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, കോണിനും മഷ്റൂമിനും ഒന്നും ഒത്തിരി ഉപ്പൊന്നും പിടിക്കുകയില്ല, ഇറച്ചിയെ കൂട്ടൊന്നും. ആ അരപ്പിന് മാത്രമേ ഉപ്പ് കാണുകയുള്ളൂ. അന്നേരം ഇടുമ്പത്തേന് ഇത്രയും ക്വാണ്ടിറ്റി ഇല്ല, അന്നേരം ഇച്ചിരി ഉപ്പ് വേണ്ടായോ എന്ന് നോക്കിയേച്ച് അങ്ങ് ഇടരുത്. ഈ ഒരു സ്വല്പം ഇട്ടേച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും, അതായത് നമ്മുടെ കോൺ ബേസിക്കലി വെന്തതാന്നേ, എന്നാലും നമ്മുടെ ആ ബേബി കോണും മഷ്റൂമിനും ഒരു ഇച്ചിരി വേവുണ്ട്. മറ്റേ സാധാ കോണിനാന്നേൽ അതിനകത്ത് അരപ്പൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അന്നേരം ആ അരപ്പൊന്ന് ആ മറ്റേ കോണിനകത്തൊന്ന് പിടിക്കണം. ഇതെല്ലാം ഉണ്ട്, അതെല്ലാം കൂടെ ചേരുന്ന ഈ ഒരു നേരത്താണ്. അന്നേരം നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി, ഒരുപാട് വേണ്ട. എന്നാൽ ഒരു സെമി ഗ്രേവി ആയിരിക്കുകയും വേണം, എന്നാൽ നമ്മുടെ കോണെല്ലാം വേവുകയും വേണം. എല്ലാം കൂടെ ഇപ്പോൾ ഈ സമയത്ത് വേണം നടക്കാനായിട്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ക്രീമും കൂടെ. ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കല്ല, അണ്ടിപ്പരിപ്പ് ഉരച്ചൊഴിച്ചാലും മതി, ആ ടേസ്റ്റ് തന്നെ വരും. എനിക്ക് തോന്നുന്നു ക്രീമിനെ ചേർക്കുന്നതിനെക്കാട്ടിലും ഒരു പിടി സ്വാദ് സത്യം പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താൽ വരും. ഇനിയിപ്പോൾ എൻ്റെ ഈ മിക്സ്ചർ ശരിക്കും ഒരു സെമി ഗ്രേവി അല്ലേ, അങ്ങനെ തന്നെ ഇരുന്നേച്ചാൽ മതി. ഞാൻ എന്നിട്ട് സിമ്മിലാണ് വെക്കാൻ പോകുന്നത്. സിമ്മിൽ വെച്ചേച്ച് ഈ ക്രീമും ഞാൻ ചേർത്ത വെള്ളവും എല്ലാം കൂടെ ചേർത്ത് വേണം നമുക്ക് ഈ ഗ്രേവി നല്ല അസലായിട്ട് ആ കോണെല്ലാം വേവാനും ആ ഗ്രേവി ആ കോണിലോട്ട് പിടിക്കാനുമായിട്ട്. അന്നേരം അതിങ്ങനെ നമുക്ക് അടച്ചു വെച്ച് അത് ആ ഗ്രേവി ആക്കിയെടുത്താലേ നമുക്ക് ലെയർ ചെയ്യാനൊക്കത്തുള്ളൂ. നമുക്കേ ഇതൊന്ന് ലെയർ ചെയ്യാവേ. ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, നമ്മൾ ബിരിയാണി ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും ബോട്ടം ഒരു ഇച്ചിരി നെയ്യ് അങ്ങോട്ട് തൂക്കുക. സ്പൂണേലൊന്ന് വെതറിയാലും മതിയേ. ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രേവി ഇതിനകത്തോട്ട് ആക്കുക. ഫസ്റ്റ് ലെയർ ഇതാക്കി വെച്ച് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവിടെ ഞാൻ ബാസ്മതി റൈസ് നല്ലതായിട്ട് വേവിച്ച് വെച്ചേക്കോ, ഉപ്പിട്ട് വെച്ചേക്കോ. പക്ഷേ ഇതിനകത്ത് ഞാൻ എന്നാക്ക ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ചതച്ചല്ല ഇട്ടേക്കുന്നത്, തനിയെ ഇട്ടേക്കുന്നത്. അന്നേച്ചാൽ അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന അരിയാ, അതങ്ങനെ തന്നെ ചെയ്തേച്ചാൽ മതി. അന്നേച്ചാൽ ഇതിൻ്റെ മേളിലോട്ട് അതൊന്ന് ലെയർ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ലെയർ ചെയ്തേക്കുന്നത് നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പോലത്തെ പാത്രമാണ്.
ഇതല്ല നമുക്കിപ്പോൾ ഓവനിലൊന്നും വെക്കാൻ ഒത്തില്ലേൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അപ്പച്ചെമ്പില്ല, അതായത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം, അതിനകത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം അല്ലാതെ ഒരു എന്നാ പറയുക, ഒരു ഇച്ചിരി ഓട്ടയൊക്കെ ഉള്ള ഒരു പാത്രമില്ലയോ, അത് ആ ചിപ്പിലി എന്നാണ് പറയുന്നത്, അത് വെച്ച് ഏതെങ്കിലും നമ്മൾ ഏത് പാത്രത്തിലല്ല ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലോട്ട് ഇതേപോലെ ലെയർ ചെയ്തിട്ട് അതിനകത്തോട്ട് വെച്ചാൽ മതി. ഓവണിനകത്ത് വെക്കുന്നതിന് പകരം. അതല്ല, ഇത് ലെയർ ചെയ്യുന്നത് ഒരു ബിരിയാണി ചെമ്പയിലൊക്കെ ആണെന്നതിൽ കുഞ്ഞു ബിരിയാണി പാത്രമൊക്കെ കാണുകയല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ അടപ്പില്ലയോ, അടപ്പ് ഒരു ടവലിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ കിഴി പോലെ അടപ്പ് കെട്ടണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാന്നേൽ ഇപ്പോൾ ഇതൊരു അടപ്പല്ലയോ, അന്നേരം ഈ അടപ്പ് ഒരു ടവലിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെക്കുക, എന്നുവെച്ചാൽ 4 അറ്റവും കൂടെ കൂട്ടിച്ചേർത്ത് ഇതൊന്ന് കെട്ടുക. അതായത് അടപ്പ് ടവലിനകത്താവണം. അന്നേച്ച് അടപ്പോട് കൂടി ആ ബിരിയാണി പാത്രം അങ്ങ് അടച്ചു വെച്ചിട്ട് ചെറിയ സിമ്മയിൽ കുറച്ച് നേരം വെച്ചാൽ മതി. നല്ലതായിട്ട് അത് ദമ്മാവും. കാര്യം ആ ഒരു ആവി വരുമ്പോഴത്തേക്ക് അത് പുറത്തോട്ട് പോകാതെ ആ തുണിയെ തന്നെ അത് പറ്റി പിടിച്ച് ഫ്ലേവേഴ്സ് ഒന്നും വെളിയിൽ പോകത്തില്ല. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ഓവനിലോട്ടൊന്ന് വെക്കാൻ പോവാന്നേ. അതുകൊണ്ട് ഇത് ഫുൾ നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ലെയർ ചെയ്തേച്ച് ഇതിൻ്റെ മേലിലോട്ട് ഇതിൻ്റെ മേലിലോട്ട് ഒരു ഇച്ചിരി മല്ലിയില ഇട്ടേച്ച് ഇതിൻ്റെ മേലിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെക്കുവാന്നേൽ ഒരു ഫോയിൽ പേപ്പർ, അതായത് ഒരു സിൽവർ ഫോയിൽ പേപ്പർ എടുത്തേച്ച് ഇതൊന്ന് കവർ ചെയ്യണം. ഇത് എന്നിട്ട് ഓവനിൽ വെക്കുവാണെങ്കിൽ ഒരു 120 ഡിഗ്രി പ്രീ ഹീറ്റഡ് ഓവൻ ആയാലും കുഴപ്പമില്ല. പ്രീ ഹീറ്റഡ് ഓവൻ ഒരു 120 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ്, അതായത് 15 to 10 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല, ഒന്ന് ഇതാക്കിയെടുക്കണം. അന്നേരത്തുണ്ടല്ലോ ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി ആ മസാലയും എല്ലാം ആ ഫ്ലേവർ ഒന്ന് എന്നാ പറയുക ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് ആ ചോറയിലും ഒക്കെ ആ ഒരു ഫ്ലേവർ വരുവേ. ഇനി ഇതൊന്ന് ഞാൻ ഓവനിലോട്ടൊന്ന് വെച്ചോട്ടെ. അത് അവിടെ ഇരുന്നാവട്ടെ. ഇതുവരെ നമ്മൾ ഈ കോൺ പുലാവ് ഉണ്ടാക്കി വെച്ച് നമ്മൾ ഗസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്പെഷ്യലാ, നവരാത്രിയാ, അതുകൊണ്ട് വെജിറ്റേറിയനാ. പക്ഷേ വെജിറ്റേറിയൻ ആണെങ്കിലും നമ്മൾ ഒട്ടും കുറയ്ക്കുകയല്ല, നല്ല സ്പെഷ്യൽ ഡിഷസ് ആണ്. ഇനി സ്പെഷ്യൽ ഡിഷ് ചെയ്യാൻ കാര്യം എന്താണെന്നറിയോ, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു 2000 ഈ സമയത്തുള്ള ഫിലിംസ്, ഒരു 80s ഫിലിംസ്, ഒരു 90s വരുന്ന ഫിലിംസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഫിലിംസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് തലയണ മന്ത്രമുണ്ട്, വരവേൽപ്പുണ്ട്, നാടോടിക്കാറ്റുണ്ട്, സന്ദേശം, ഇല്ലേ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ശരിക്കും അതിൻ്റെയൊക്കെ വിഷ്വൽസ് എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ അന്നേരം തന്നെ വരുന്നില്ലേ? ശരിക്കും അത് ശരിക്കും അത് പറയുമ്പോൾ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് അല്ലേ ആ ഫിലിംസിനെയൊക്കെ പറയുമ്പോൾ. ഈ ഫിലിമൊക്കെ നമ്മുടെ മനസ്സിൽ ശരിക്കും തങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ക്യാമറാമാൻ്റെ കഴിവാണ്. ശരിക്കും നമ്മളുടെ വിഷ്വൽ, നമ്മൾ കാണുന്ന വിഷ്വൽ ഏതാ? ശരിക്കും ഒരു ക്യാമറാമാൻ്റെ കണ്ണിൽ കൂടെ മാത്രം നമ്മൾ ആ ഫിലിം കാണുന്നത് അല്ലേ? അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ മനസ്സറിഞ്ഞ് ഏറ്റവും കൂടുതൽ നല്ല എന്നാ പറയുക, ഒരു ഡയറക്ടറിനെ എന്തോരം മനസ്സിലാക്കി ആ ഡയറക്ടറിൻ്റെ മനസ്സിനകത്തെ വിഷ്വൽ ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്ന ഒരാളാണ് ക്യാമറാമാൻ. ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് ഒരു ഫേമസ് ക്യാമറാമാൻ ആണ്. വിപിൻ മോഹനും വൈഫ് ഗിരി ചേച്ചിയും കൂടി വരുന്നത്. നമ്മുടെ ആനീസ് കിച്ചണിനെ കുറേ നാളായില്ലേ ഒരു ക്യാമറാമാൻ വന്നിട്ട്. എന്നാൽ പിന്നെ ഇത് പക്ഷേ നോട്ട് ഓൺലി എ ക്യാമറാമാൻ, ഹീ ഈസ് എ ഡയറക്ടർ ടു. അത് പക്ഷെ ഞാൻ പറഞ്ഞാൽ ഒക്കത്തില്ല, നമുക്ക് അവിടെ സാറിനോട് വിശേഷങ്ങൾ ചോദിക്കാം. മാത്രമല്ല ആ നൊസ്റ്റാൾജിയ ഇന്നും നമ്മുടെ മനസ്സിൽ, ഇന്നും ആ ഓരോ സിനിമയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സീക്രറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണ്ടേ?
നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ബേക്ക് ചെയ്താണ് എടുത്തേക്കുന്നത്, പക്ഷേ ഞാൻ ബേക്കിംഗ് മാസ്റ്റർ അല്ലാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇത് ടോസ്റ്റ് ചെയ്യുക മീൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തവയിലാണ് ചെയ്യേണ്ടത്. അത് ഒത്തില്ല എന്നുണ്ടെങ്കിൽ 2 സ്പൂൺ എടുത്തേച്ചുണ്ടല്ലോ ഇത് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇളക്കി വിട്ടേച്ചാൽ മതി. പക്ഷെ നമ്മൾ ഈ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടേച്ചാൽ അതിനെ വന്നിട്ട് കുളമാക്കാൻ എനിക്ക് താല്പര്യമില്ല. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. നമസ്തേ നമസ്തേ, വരൂ 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 വരൂ. ഹാർട്ടി വെൽക്കം. കഴിക്കാമോ? വന്നോ ഉടൻ കഴിക്കാൻ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു വർത്താനം പറയാന്. അന്നേരം സാറ് വന്നുവെച്ചാൽ ആദ്യമേ ഞാനൊന്ന് കഴിച്ചോട്ടെ ചോദിച്ചപ്പോ ഞാൻ എന്നാ പറയാനാ, വേണ്ടാന്നും പറയാൻ ഒക്കെയല്ല, വേണമെന്നും പറയാൻ ഒക്കെയല്ല. അതിന് മുമ്പ് ഒരു കാര്യമേ, ഞാൻ വിപിൻ സാറിനോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. രഹസ്യമാണോ? അത് രഹസ്യമൊന്നുമല്ല, എന്നാന്നുള്ള കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയാം. ഈ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടെന്നൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞ കൂട്ട്, പക്ഷെ അതൊന്നും അല്ല. ഞാനൊരു കാര്യം പറയാം. ചേച്ചി എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ചേച്ചി എന്നെ ശരിക്കും തന്നെ എൻ്റെ പ്രേക്ഷകരും കൂടെ കേൾക്കുവാന്നേ, എന്നെ ശരിക്കും ഭയങ്കര ഒരു അനിയത്തിയായിട്ടാണ് കണ്ടേ. ഭയങ്കര കൺസേണും ഭയങ്കര പാമ്പറിങ്ങും എല്ലാം ആയിരുന്നു. പക്ഷെ അങ്ങനെ ആയപ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റാന്ന് ഞാൻ പറയാലോ. ചേച്ചി മോന്റെ കല്യാണത്തിന് വിളിച്ചിട്ട് എനിക്ക് പോവാൻ ഒത്തില്ല. ഞാൻ പറയട്ടെ, അന്ന് ചേച്ചി എന്നോട് പിണങ്ങി. സത്യം അതെന്നാന്നറിയോ, പിണക്കം വരാൻ കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തികള് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വന്നില്ലെങ്കിൽ വിഷമം തോന്നില്ലേ? അല്ല, നമ്മൾ കുറെ ആൾക്കാരെ മാർക്ക് ചെയ്ത് വെക്കും, അവരെ കാണാത്ത എന്താ ഇവര് വരാൻ. സത്യം അത് എനിക്ക് സത്യം പറഞ്ഞ ചേട്ടാ മനഃപൂർവ്വം അല്ലായിരുന്നു, പറ്റിപ്പോയതാ, അല്ലാതെ ഒന്നും അല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രേക്ഷകരെ നിർത്തി എന്റെ ചേച്ചിയുടെ വലിയൊരു സോറി പറയുക. അല്ലെ, അതപ്പോ അതങ്ങ് മാറണ്ടേ? അല്ല, ചേച്ചിയുടെ ആ ഒരു സ്നേഹം പിന്നെ എനിക്ക് വേണം. എനിക്കൊരു മോളും ഉണ്ട്, അത് ഉറപ്പല്ലേ. വിളിച്ചില്ലേലും ഞങ്ങൾ എത്തും, വിളിച്ചില്ലേലും ഞങ്ങൾ ഇപ്പൊ വിളിച്ചാലും ഞാൻ അപ്പോഴേ വരും, ഉറപ്പാ. ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷമം മാറ്റണ്ടേ. അതുകൊണ്ട് ചേച്ചി എനിക്ക് തിരിച്ച് ആ ചേച്ചിയെ കിട്ടണം. അതുകൊണ്ടാ ഇത്ര ഞാൻ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞു. ഇനി അതിനപ്പുറം ഒന്നും ഇല്ല. പിന്നെ മഞ്ജിമയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കണം. എന്നാ പറയുന്നത്, മോള് സുഖമായിട്ടിരിക്കുന്നു? ബാങ്കോക്കിലായിരുന്നു, ഇന്നലെ ചെന്നൈയിലെത്തി. ഓക്കെ, ഞങ്ങളും ജസ്റ്റ് കാണലേ ഉള്ളൂ. അപ്പനും അമ്മയോ? എന്നാ അപ്പനും അമ്മയോ? ഫോണിൽ കൂടെ വിശേഷമുള്ളേ? അല്ല, അവള് മിക്കവാറും ചെന്നൈയില. ഇപ്പൊ പഠിത്തവും എല്ലാം പഠിത്തം കഴിഞ്ഞു ഫിലിം ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ചെയ്യുന്നത് ഉദയനിധി സ്റ്റാലിന് ഇവിടെ ഗൗരവ്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ മഞ്ജിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറിനോട് എനിക്കൊരു കാര്യം ചെയ്യണം. എന്നാന്നറിയാവോ സർ, 80s 90s ഇപ്പം 2000 ആയി. ആ കാലയളവിൽ ഇന്നത്തെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ലഭിച്ച വലിയ 2 ലെജൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഇസ് മമ്മൂട്ടി സർ ആൻഡ് അതർ വൺ ഇസ് മോഹൻലാൽ സർ. ഇവരുടെ തുടക്കമില്ലേ, അതായത് ആസ് എ ന്യൂ കമ്മർ. അപ്പൊ സാർ ഉണ്ട്, അല്ല സാർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുക. അപ്പം അവരൊരു അപ്കമിങ് ആയിട്ട് വരുമ്പം അവര് വന്നതും ഇപ്പം ഭയങ്കര വലിയ സൂപ്പർ സ്റ്റാർസ് ആയതും യു ക്യാൻ സീ ദ ഡിഫറൻസ് അല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരാ വന്നതും ഫസ്റ്റ് അഭിനയിച്ചത് ആ ഒരു കാലയളവില്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, അവരിപ്പം ജീവിതത്തിലൊന്നും വളരെ വ്യത്യാസമായിട്ട് എൻ്റെ അടുത്തൊന്നും ഇതുവരെ പെരുമാറിയിട്ടില്ല. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയേണ്ടത്, ഇന്ന് ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടറാണ്. ഒട്ടും കുറവല്ല മമ്മൂട്ടി. രണ്ടുപേരും ഈക്വലാണ്. രണ്ടുപേരും 2 അപ്രോച്ചാണ്. അതാണ് ഞാൻ അതാണ് വാച്ച് ചെയ്യാറ്. എങ്ങനെയാണ് ഇവർ മോഹൻലാൽ ലാസ്റ്റ് നിമിഷം വരെ മോഹൻലാൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് തിന്നൊക്കെ ഇരിക്കും. ഷോട്ട് റെഡി ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയായി മാറുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം കരയിപ്പിച്ചതും ചിരിപ്പിച്ചതും മോഹൻലാലാണ്. കാരണം ഞാൻ സത്യൻ്റെ കൂടിയാണ് കൂടുതൽ പടം ചെയ്യിച്ചത്. സത്യൻ്റെ പടം, ആ കാലത്തെ സത്യൻ്റെ പടത്തിലൊക്കെ മോഹൻലാൽ ഉണ്ടാവും, മിക്ക പടത്തിലും ഉണ്ടാവും. ഈ ലാലും ശ്രീനിയും കൂടെ കൂടിയാൽ ഇവർ രണ്ടുപേരും കൂടെ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ. എനിക്കെന്താന്ന് വെച്ചാൽ എനിക്ക് ചിരിക്കാതിരിക്കാനും പറ്റില്ല, കരയാതിരിക്കാനും പറ്റില്ല. ഞാൻ അങ്ങനത്തെ പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവും. ചിരിച്ചിട്ട് ക്യാമറയൊക്കെ ഇളകി അതൊക്കെ താഴെ വീണ് ആ ഷോട്ട് നാടോടിക്കാറ്റിൽ എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും. അവസാനം ഞാൻ സത്യനും വഴക്കാവും, തന്നെ കൊണ്ട് തോറ്റു ഞാൻ, അങ്ങനെ ഇങ്ങനെ ഒന്ന് ആ ഷോട്ട് പോയില്ലേ, ഞാൻ ഒരിക്കൽ കൂടെ എടുക്കാം നമുക്ക്, ഇനി അതുപോലെ കിട്ടും, ഞാൻ ഇതേമാതിരി കിട്ടും, പേടിക്കണ്ട. അതേമാതിരി തന്നെ TP ബാലഗോപാലൻ MA എന്നുള്ള സിനിമയാണ്. അതിനകത്ത് ലാലിൻ്റെ ഒരു പെർഫോമൻസ്, ലാലിന് ഏറ്റവും ഫസ്റ്റ് ബെസ്റ്റ് ആക്ടർ കിട്ടിയ ഫിലിമാണത്. അതിലൊരു ഷോട്ട് കണ്ടിട്ട് സത്യം ചോദിച്ചു, ഓക്കേടോ ചോദിച്ചു. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ കരയാണ്.
അതിപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട്, ഞാൻ നോക്കിയപ്പോൾ സത്യനുണ്ട് കണ്ണു മുടക്കണം. അത് മറക്കാൻ വേണ്ടി ഇപ്പുറത്തോട്ട് ചോദിക്കാം. ഓക്കെ അല്ലോടോ ചോദിക്കുമ്പോ ഇവിടെ ഒന്നും വേണ്ടെന്നില്ല. ഹലോ, ഒത്തിരി ദേഷ്യത്തിൽ ഓക്കേടോ, ഞാൻ ഒന്നും പറയുന്നില്ല, എന്താ ഒന്നും പറയാത്തൊന്നും ചോദിക്കുന്നില്ല, എനിക്കറിയാം. അതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ, കാരണം വെച്ചാൽ എനിക്കൊരു അനീതി ഉണ്ടായിരുന്നു. അതേ സിറ്റുവേഷനിൽ തന്നെയാണ് അമ്മയും അച്ഛനൊക്കെ മരിച്ചിട്ടാണ് അവളുടെ കല്യാണം നടക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ ശരിക്കും നമ്മളിലേക്ക് അത് തട്ടി ഒത്തിരി. ശരിയാ. പിന്നെ അതേപോലെ എനിക്ക് ഇതേമാതിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവുമേ പറയാന്. ക്യാമറാമാൻ കരഞ്ഞു എന്നും ചിരിച്ചു എന്നും ക്യാമറ എല്ലാം താഴെ പോയിന്നു ഉള്ളതൊക്കെ എന്നാ രസമല്ലേ ഇതെല്ലാം കേൾക്കാൻ. ഇത് ആരാ നമ്മൾ സിനിമ കാണുമ്പോൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അതിനകത്തെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ചോദ്യം ചോദിക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതൊക്കെ കേൾക്കാനായിട്ട്. നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. അത് തരാം, ഞാൻ അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാം. ബേസിക്കലി എനിക്കറിയാവുന്ന എന്നാന്ന് വെച്ചാൽ സർ ഒരു ക്യാമറമാൻ ആണ്, ഒരു ഡയറക്ടർ ലേറ്റർ അറിയാം. പക്ഷേ ബീങ് എ ക്യാമറമാൻ ആയിട്ടല്ല വന്നത്. യു വെർ എ ചൈൽഡ് ആർട്ടിസ്റ്റ് വൺസ്. അതൊക്കെ അല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമെന്ന് അല്ലേ ചേച്ചി? അതല്ല ശരി? അപ്പൊ ഞങ്ങക്ക് പുതിയ അറിവാട്ടോ. പിന്നെന്നാ കഥ കേൾക്കുന്ന കൂട്ടാന്നേ. ഈ ഒരിക്കലും തന്നെ ഞാൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എങ്ങനെ ആയാലും ശരി. ഞാൻ ജനിച്ചത് വളർന്നത് തൃശ്ശൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് തൃശ്ശൂരാണ്. ഇന്നും നമ്മൾ പാട്ടുരാറ്റിൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് എൻ്റെ അമ്മ ഒരു ഭയങ്കര കലാകാരിയായിരുന്നു. ആ പാട്ടിനോട് അവരൊന്നും ചെയ്യൂല. പാട്ടിനോട് ഇഷ്ടമാണ്, ഡാൻസിനോട് ഇഷ്ടമാണ്. എൻ്റെ ചേച്ചി നന്നായി പാടും, സുലോചന കുശിമാമിൻ്റെ. അറിയാം, യു നോ ഇറ്റ്. ചേട്ടൻ പാടുമായിരുന്നു, പക്ഷെ അത് ആർക്കും അറിയില്ല. അപ്പോൾ അനീതി ഡാൻസ് ചെയ്യുമായിരുന്നു. ഒന്നുമില്ല. ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, ഫസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് ഫോക്ക് ഡാൻസിന് ഞാനാണ് സ്റ്റേറ്റ് ഫസ്റ്റ്. ഞാൻ കഥകളി പഠിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എക്സ്പ്രസ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കഥകളി പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അതിപ്പോ ഇതൊക്കെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മാസ് എന്ന് പറയും. അതേമാതിരി ആയിപ്പോയി. അതിങ്ങനെ ഒരുപാടൊക്കെ പഠിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ ചേച്ചിയ പാട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മനുഷ്യനുണ്ട് തൃശ്ശൂർ. പിന്നീട് ഒരുപാട് നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇതിങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ പ്രയാസമുണ്ട്. മൂടി വേണ്ട. അപ്പോൾ അങ്ങോട്ട് തൃശ്ശൂർ ഏത് സിനിമക്കാർ വന്നാലും അത് ശോഭന പരമേശ്വരൻ നായർ അവിടെ. അത് ശോഭന സ്റ്റുഡിയോസ് ഉണ്ട്, അവിടെ പോവും. അവിടെയാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. ഞങ്ങളവിടെ അറിയാമായിരുന്നു അങ്ങനെ. അപ്പോൾ എൻ്റെ അച്ഛനവിടെ DSP ഓഫീസിൽ സൂപ്രണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പാട്ട് പാടാൻ വിളിക്കാൻ വന്നപ്പോൾ ഞാനവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ മാഷുണ്ടായിരുന്നു, കാര്യാച്ചേട്ടനുണ്ടായിരുന്നു. അവരൊരു കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ വയസ്സുള്ളൊരു കുഞ്ഞിനെ. അവർ വന്നപ്പോൾ എൻ്റെ കുസൃതികളൊക്കെ കണ്ടപ്പോൾ അമ്മയടുത്ത് ചോദിച്ചു, ഇവൻ അഭിനയിക്കുമോ ചോദിച്ചു. അമ്മ പറഞ്ഞു, ഇവൻ അഭിനയിക്കുന്നൊന്നും നമുക്കറിയില്ല, ഇതുവരെ അഭിനയിച്ചിട്ടൊന്നുമില്ല എന്ന്. ഇവിടെ ഇങ്ങനെ സ്കൂളിൽ പാട്ട് പാടി ഡാൻസും ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവനെ എടുത്തോട്ടെ ചോദിച്ചു. അവനൊക്കെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നീലക്കുയിൽ എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഒന്നും അറിഞ്ഞോടാ എനിക്ക് സിനിമയെ പറ്റി. അന്ന് പറഞ്ഞു അന്നിങ്ങനെ ലൈറ്റും ഒക്കെ ഇങ്ങനത്തെ ലൈറ്റൊന്നും അല്ല അത് കാണുകയും. വേറെ വെച്ചാൽ ക്യാമറയുടെ പുറകിലിരിക്കുന്നത് വിൻസൻ മാഷ്, ഇപ്പുറത്ത് രാമുക്കാരിയ ചേട്ടൻ, എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഭാസ്കരൻ മാഷ്. അങ്ങനെയാണ് നീലക്കുയിലിൽ അഭിനയിച്ചത്. അങ്ങനെ നീലക്കുയിലിലെ 2 ഡയറക്ടേഴ്സാണ്, ഒന്ന് ഭാസ്കരൻ മാഷും ഒന്ന് കാര്യച്ചേട്ടനും. ഞാനെപ്പോഴും പറയാൻ, എനിക്ക് വെള്ളത്തിനോട് ഭയങ്കര പേടിയായിരുന്നു. ഏത് വെള്ളം? ഈ വെള്ളമല്ല, വെറുതെ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ വെള്ളത്തിന് ഇറങ്ങുന്ന സീനുണ്ട്. ഞാനിങ്ങനെ പാട്ട് പാടിയിട്ട് തോണി ഇങ്ങനെ മുമ്പ് തള്ളിയിട്ടിട്ട് കയറണം. തോണി കയറണ്ട, തോണി ഇങ്ങനെ കടലാസ് വഞ്ചി. ഞാൻ പറഞ്ഞു ആ വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട സീനാണത്. വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ
അപ്പോൾ മുളങ്ങുന്നത്ത് ആവുന്നുള്ള സ്ഥലത്താണ് ഷൂട്ടിങ്. കുറേ ആൾക്കാരൊക്കെ കാണാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഭാസ്കരൻ മാഷ് ചോദിച്ചു, എൻ്റെ മേത്തൂടെ നിനക്ക് നടക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഓക്കെ, ഒരാളുടെ മേത്തൂടെ അല്ലേ നടക്കുന്നത്, വെള്ളത്തിൽ. ഈ പാവപ്പെട്ട മനുഷ്യൻ ഇന്ന് ഏത് ഡയറക്ടർ അങ്ങനെ ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ. ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അത്രയും. ഇദ്ദേഹം ആ വെള്ളത്തിൽ മലന്ന് കിടക്കുകയാണ് ശ്വാസം പിടിച്ചിട്ട്. ഞാൻ പുള്ളിയുടെ മേലെ കൂടിയാണ് നടക്കുന്നത്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, താഴെ ഒരാളുണ്ടല്ലോ പിടിക്കാൻ. അപ്പം ഞാനും പിന്നീട് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, ആദ്യമായിട്ടൊരു ഡയറക്ടർ നെഞ്ഞത്ത് ചവിട്ടിയ ആക്ടറാണ് ഞാൻ. അങ്ങനെയാണ് സിനിമയിൽ വരുന്നത്. അതിനുശേഷം 1956 എൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ആ അമ്മ മരിച്ച ശേഷം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ പാലക്കാട് ചിറ്റൂർക്ക് വന്നു. കാരണം അമ്മയുടെ കൂടിയാണ് അമ്മമ്മയും ചെറിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നത്. കാരണം അമ്മയാണ് ആ വീട്ടിലെ പെറ്റായിരുന്നു. അപ്പോൾ അമ്മമ്മ പറഞ്ഞ് നമ്മുടെ നാട്ടിലോട്ട് പോകും. അങ്ങനെ ഞാൻ ചിറ്റൂർ വന്നു. അതോടെ എല്ലാ സിനിമാ ബന്ധങ്ങളും തീർന്നു. അതോടെ തീർന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു അധ്യായം അവസാനിക്കുകയാണ്. പക്ഷേ ഈ നീലക്കുയിലിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ടാഗ് ഉണ്ടല്ലോ, അതാണ് അടുത്തത്. അവിടുന്നാണ് അടുത്തത്, അതവിടെ കിടക്കുക. അപ്പോൾ മധു അമ്പാട്ടൊന്നുമല്ല, മധുസൂദനൻ എന്ന പേര്. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ വളരെ തിക്ക് ഫ്രണ്ട്സായി. മധുവിൻ്റെ അമ്മയുടെ അവിടെ ഒരു വിമൻസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡ്രാമ, അതിനകത്തൊരു കുഞ്ഞിനെ വേണം. അങ്ങനെ അവരുമായിട്ട് ഭയങ്കര അടുപ്പം. ആ അടുപ്പമാണ് എന്നെ ക്യാമറമാനാക്കിയത്. മധു എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മധുവിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ മധു അങ്ങ് നമ്മളെ ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരച്ച് പഠിപ്പിച്ചു തരും. ഇത് ഇങ്ങനെ അവിടെ ഇതാണ് നടന്നത്. സരിത എന്നുള്ള സിനിമയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചത്. അപ്പോൾ മധുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു, വിപിൻ വരുന്നോ എൻ്റെ കൂടെ? അപ്പോൾ ഈ സിനിമ എന്നുള്ളത് ഈ രക്തത്തിൽ കലന്നുപോയി. മനസ്സിലായില്ലേ? അതവിടെ കിടപ്പുണ്ട്. അപ്പോൾ സിനിമയോട് എപ്പോഴും താല്പര്യമാണ്. മധു പഠിക്കാൻ പോയി, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ചോദിച്ചു എൻ്റെ കൂടെ വരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരുന്നു ചോദിച്ചാൽ എനിക്ക് അമ്മയും അച്ഛനും മരിച്ചു പോയ സമയമാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആളില്ല. ഞാൻ പറഞ്ഞു ഞാനൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കുക. എൻ്റെ ചെറിയമ്മയുണ്ടായിരുന്നു മദ്രാസിൽ, അവരുടെ കൂടെയാണ് താമസിക്കുന്നത്, ഇന്നത്തെ ചെന്നൈ. അപ്പോൾ മധു പോയിട്ട് മധു വരുമ്പോഴൊക്കെ മധു അവിടെ കണ്ട സിനിമയെ പറഞ്ഞു തരും. ഇന്ന സിനിമ ഉണ്ട്. മധുവിൻ്റെ ഫ്രണ്ട്സും വരും, ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ, ശശി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ സിനിമ ചർച്ചകളാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. ആ സമയത്താണ് വിധുബാല ആർട്ടിസ്റ്റായി മാറിയത്, അടിയായത്. അപ്പോൾ കണക്ഷൻ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും സിനിമ ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ അതായത് നമ്മൾ എന്താവണം എന്നുള്ളത് ദൈവം നിശ്ചയിക്കുന്നു. ഞാൻ ഒരു ക്യാമറമാൻ ആവണം എന്നുള്ളത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാനല്ല നിശ്ചയിച്ചത്. അപ്പോൾ ഞാൻ ആയേ പറ്റുള്ളൂ. അപ്പോൾ മധു എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞു മധു എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. വിപിൻ വരും, എൻ്റെ കൂടെ വരും, ഞാൻ പഠിപ്പിച്ചു. അത് എനിക്കൊരു കോൺഫിഡൻസ് വെച്ചാൽ മധുവിനുള്ള കോൺഫിഡൻസ്, എനിക്ക് മധുവിലുള്ള കോൺഫിഡൻസ്. ഞാൻ പോയിട്ട് സരിത എന്നുള്ള സിനിമയാണ്, ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുള്ളി, അത് ഇവരുടെയൊക്കെ കൂട്ടുകാരനാണ്. ആ പടത്തിൽ ആദ്യമായിട്ട് ഞാൻ പോയി ഉടനെ മധു എൻ്റെ അടുത്ത് പറയാണ്, ഒരു ഷോട്ട് ഓപ്പറേറ്റ് ചെയ്തോളാൻ പറയണം. ഞാൻ ക്യാമറ കൂടെ നോക്കിയപ്പോൾ കുറേ ലൈനും ഒക്കെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ചോദിച്ചു മധു ഇത് എന്തത്? ഒന്നും ചെയ്യണ്ട, ഒരു ബസ് ഇങ്ങനെ വരുന്നുണ്ടാവും. ആ ബസ് ഈ ചതുരത്തിൻ്റെ അകത്തൊന്നും പോകാൻ പാടില്ല, ആ ബസ്സിനെ ഫോളോ ചെയ്യണം. റെഡിയല്ലേ ചോദിച്ചു. വലിയൊരു സീനാണ് തൃശ്ശൂർ. ആ റോഡ് ഞാൻ ഇപ്പോഴും ആ റോഡിൽ കൂടെ പോകുമ്പോൾ ആലോചിക്കും, ഭഗവാൻ എൻ്റെ അതിനകത്തുനിന്ന് ബസ്സിൽ നിന്ന് വിജയൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു, തമിഴിൽ ഇങ്ങനെ മീശയൊക്കെ വെച്ച് ഒരുപാട് ഭയങ്കര ഫേമസ് ആയിരുന്നു. പുള്ളിയും ലളിത ചേച്ചിയും കൂടെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങണ സീനാണ്. ഇവർ രണ്ടുപേരും കാണാൻ പോവുകയാണ്. ഒരാൾ അങ്ങോട്ടും പോകും, ഒരാൾ ഇങ്ങോട്ടും പോകും. ബസ്സിൽ വെച്ച് കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സീനാണ്. അതാണ് എനിക്ക് ഓർമ്മയുണ്ടത്. അങ്ങനെയാണ് അതായത് ഞാൻ എപ്പോഴും പറയും, ബസ് തെറ്റിയിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. തെറ്റിക്കേറിയ ബസ്സാണ് എൻ്റെ സിനിമ. പക്ഷേ ആ ദൈവം ആ ബസ് എനിക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം തന്നിട്ടുള്ള സിനിമയാണിപ്പോൾ. എനിക്കൊരു ജോലി, ഒരു ജീവിതം, എൻ്റെ ഭാര്യ. ചേച്ചിയെ അതൊരു ഞെട്ടിക്കുന്ന ഇതായപ്പോലെ ആ സിനിമയെ പറ്റി ഞാൻ ചോദിക്കാൻ പോവായിരുന്നു. ഞാറ്റടി എന്ന് പറഞ്ഞു. അതെ, എനിക്കറിയാം. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കറിയാം. ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി കേൾക്കുന്നുണ്ടോ? അല്ല, അവൾക്ക് അതിനുശേഷം സിനിമ വന്നപ്പോൾ ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ അവരെ കെട്ടി തന്നെ. മനസ്സിലായില്ലേ? സിനിമയെ വന്ന ശേഷം പ്രേമിച്ചത് ഇവിടെ മാത്രമാണ്.
അവളെ കെട്ടുകയും ചെയ്തു. അപ്പോൾ ഇനി ചാൻസ് ഇല്ല. ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടാലേ ചേച്ചിയോട് പല ആംഗ്യ ഭാഷ എന്നെ കാണിക്കുന്നു. എനിക്ക് ചേച്ചിയോട് ഇങ്ങനെ ഡൈവേർട്ട് ആവും. ചേച്ചി ഒന്ന് പറഞ്ഞേ, വിപിൻ സ്റ്റാർ ഇവിടെ സ്റ്റോപ്പ്. ചേച്ചി പറഞ്ഞു. ആണ്, എനിക്കറിഞ്ഞുണ്ടെങ്കിൽ മധോട്ടൻ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ. മധോട്ടന് ഇവരെല്ലാ കള്ളത്തരവും എനിക്കറിയാം. രണ്ടുപേരും. വിപിൻ സാർ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പേ. ചേച്ചി പോരട്ടെ. ആളുടെ പേരൊന്നും ഞാൻ പറയില്ല. ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ തോന്നാണ്. ഉണ്ടായിരുന്നു തന്നെ ഞാൻ പറയുന്നു. കൂടാതെ പേര് പറയണ്ട. ഇപ്പൊ ചെവി കേൾക്കുന്നില്ല, ഓർമ്മയില്ല, ഇപ്പൊ മതം പറഞ്ഞ വിളിച്ചാൽ മതി. ഫോൺ നമ്പർ ഇല്ല. ഇല്ല, ഞാൻ ഇപ്പൊ ചോദിച്ചെന്നെ. ആനി, അതായത് എനിക്ക് ശരിക്കും അത് വേറെ കാര്യം. അവരിട്ടിട്ട് പോയതാ. ചേച്ചി ഒന്ന് കണ്ടുമുട്ടിയ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ചേച്ചി പറയട്ടെ. അതെ, അതല്ലേ ആവശ്യം. അല്ല, എനിക്ക് പക്ഷേ ഞാൻ പറയാൻ വന്നതാണ്. സിനിമ ഫസ്റ്റ് ഫിലിം ഷൂട്ട് ചെയ്യാൻ നിശ്ചയിക്കുകയാണ്. അപ്പോൾ കൊച്ചുനാരായണെന്ന് പറഞ്ഞിട്ട് ഗിരിജയുടെ ഒരു കസിനായിട്ട് വരും. അങ്ങോരായാലും രണ്ടാമത്തെ പ്രൊഡ്യൂസർ, വേറൊരു പ്രൊഡ്യൂസർ ശ്രീനിവാസൻ, അദ്ദേഹം ഇല്ല ഇപ്പോൾ. ഒരാൾ കഥ എഴുത് ഇവരിങ്ങനെ വരുമ്പോഴാണ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഗോപി ഒരു പടം എടുക്കാൻ പോവാണ്, താൻ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ പൈസയൊന്നും പ്രശ്നമല്ല, പൈസ ഉണ്ടായിട്ടല്ല, കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നം, സിനിമ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഗോചേട്ടൻ നിർബന്ധം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ ഒക്കെ സ്റ്റില്ലെടുക്കണം. ഞാൻ ക്യാമറ എടുത്ത് ഇറങ്ങി. ചേച്ചി എൻ്റെ അച്ഛൻ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച്. ഞങ്ങൾ 7 മക്കളാണ്, അതിൽ 7ാമത്തെയാണ് ഞാൻ കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ സുകുമാരി നരേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ ഒരു പാട്ട് ടീച്ചർ, എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ വഴിയാണ് എന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇവർ വരുന്നത് സന്ധ്യയ്ക്കാണ്, ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ആ ലൈറ്റിലാണ് ഫോട്ടോ എടുക്കാൻ വന്നത്. ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ലൈറ്റ് ഞാൻ ലൈറ്റ് ആയിട്ട് ഗോപിച്ചേട്ടൻ, അത് പറയാൻ പറ്റില്ല. ഗോപിച്ചേട്ടനും ക്യാമറാമാനും എൻ്റെ കസിൻ കൊച്ചുചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ വീട്ടിലാർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അച്ഛനും കലാകാരനായിരുന്നു, നാടകം എഴുതും, അഭിനയിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അമ്മയ്ക്കൊന്നും അത്ര വലിയ ഇഷ്ടമില്ല, കാരണം നാട്ടിൻപുറത്ത് ഒരു സിനിമ എന്ന് പറയുമ്പം. പക്ഷെ ഞാൻ ഡാൻസ് കോഴ്സ് കഴിഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്, പ്രോഗ്രാംസും ചെയ്യായിരുന്നു. അങ്ങനെ സ്റ്റില്ലെടുത്തിട്ട് പോയി. സ്റ്റില്ലെടുക്കാൻ വന്നപ്പോഴേ അവിടെ വഴക്കുണ്ടാക്കി. അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെ ഞാൻ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നു. ആ വഴക്ക് ഇപ്പോഴും തുറന്നുകൊണ്ട് അങ്ങനെ സ്റ്റില്ലെടുത്തിട്ട് പോയി. അപ്പൊ ആദ്യം ചേട്ടനോട് പറഞ്ഞില്ല എനിക്ക് ഇത്രയൊക്കെ ഒക്കത്തുള്ളൂ, വേണമെങ്കിൽ എടുത്താൽ മതി. അന്നേരം ചേട്ടൻ എന്നാ തോന്നി, എന്നെ പണ്ണാൻ തോന്നിയില്ലേ? ഇത് ചവിട്ട് കൊടുക്കാൻ ഇത് ഏത് സാധനം അത്? ഞാനത് ഗോപി തോന്നി ഇത് പറഞ്ഞു ഞാൻ ഗോപിനെ വിളിക്കാൻ. ഗോപി ഇത് പറഞ്ഞാൽ കേൾക്കാത്തൊരു കുട്ടിയാണ്, ഇതിനെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, മിണ്ടാതിരിക്കാൻ, ആ കുട്ടി കറക്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെ നല്ല കേട്ടോ, ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. ഇതിനേക്കാളും സുന്ദരി. അതല്ലേലും ചേച്ചിക്ക് ഇപ്പോഴും കുറവൊന്നുമില്ല. പിന്നെ പടം തുടങ്ങി. ഞങ്ങൾ പക്ഷെ വർക്ക് ചെയ്തത്, പക്ഷെ ഞങ്ങൾ താമസിച്ചിരുന്ന ആ വർക്ക് ചെയ്യുന്ന വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്നത്. ക്യാമറമാൻ ഇല്ല, ഡയറക്ടറും ഇല്ല. ബാക്കി ഞങ്ങൾ ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നായകൻ മുരളിയാണ്. മുരളിയുടെ ആദ്യത്തെ ഫിലിമാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞങ്ങൾ അവിടെ തന്നെ കുളിക്കുന്നു, കിടക്കണു, ഇരിക്കുന്നു, അല്ലാതെ ഹോട്ടലൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു കുടുംബം പോലെയായി. പക്ഷെ അവിടെയും ഈ പറയും പോലെ വർക്ക് സമയത്തൊക്കെ ഞാൻ വഴക്കുണ്ടാക്കും. അങ്ങനെയല്ല, എനിക്ക് ഈ റോസ് പൂ ഭയങ്കര ഇഷ്ടമാണ്, മറ്റേ റെഡ് റോസ്. അതെപ്പോഴും അവിടെ ഒരു നാട്ടുംപുറം ആയതുകൊണ്ട് പൂക്കൾ എപ്പോഴും അവിടെ ഞാനെപ്പോഴും. അപ്പം എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു പൂ കളയാൻ പറഞ്ഞു. നമ്മൾ കളയില്ല, അങ്ങനെയല്ല. പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങോരായിരുന്നു ഇതിന് മീഡിയേറ്റർ. അപ്പം പുള്ളിക്കാരനോട് ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല, മറ്റേ അല്ല അങ്ങനെയല്ല, കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. മോതിരം ഉണ്ടായിരുന്നപ്പം ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരും. ക്യാമറാമാൻ വിപിൻ അന്ന് മൊബൈലില്ലല്ലോ, ലാൻഡ് ഫോൺ. അപ്പോൾ ക്യാമറാമാന് ഫോൺ വന്നു, അത് കയ്യിലൊരു മോതിരം. ഞാൻ ഇയാളെ കെട്ടിയതായിരിക്കും, ഇനി ഞാൻ ഇയാളെ കയറി പ്രേമിച്ചിട്ട് ഇനി ആ ഫാമിലി ഇല്ലാതാക്കണ്ടല്ലോ. അപ്പം ഞാൻ ബാലകൃഷ്ണനോട് റൂട്ട് മാറ്റി ചോദിച്ചു, അയാളെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ആരെ ഈ ഫോൺ ചെയ്യണമെന്നാണ്. അപ്പോൾ അത് തെക്കുറിച്ച് അളിയനാണ്, അവിടുന്ന് വിളിക്കുകയാണ്, ചേച്ചി വിളിക്കുകയാണ്.
നമ്മുടെ കയ്യിൽ മോതിരം കിടക്കണം, കല്യാണം കഴിഞ്ഞാണോ ചോദിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരനെ വഴിയാണ് എല്ലാം ചോദിപ്പിച്ചത്. അങ്ങനെയാണ് ഓരോ കാര്യം. അപ്പൊ നോക്കിയപ്പോ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച ഒരാളെ പോയി നമ്മൾ പ്രേമിക്കുന്നത് ശരിയല്ല. അപ്പൊ കല്യാണം കഴിക്കാതെ വെറുതെ നിൽക്കണമെങ്കിൽ ഒരു ഹെൽപ്പ് കൊടുക്കാം. ഇത് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് മാത്രല്ല, എനിക്കന്ന് 21 പുള്ളിക്കാരൻ 31 അതാണ്. അപ്പൊ ഇത്രയും കേബിൾ ഇത്രയും വെറുതെ നിൽക്കില്ലേ പാവം, ഒരു പെണ്ണിനെയും കിട്ടാതെ. പിന്നെ ഞാൻ ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അടിച്ചു. അതാണ് പറഞ്ഞത്. ചേട്ടനോട് എന്നാ വന്ന ആദ്യം പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ല അതായിട്ട്. അല്ല പുള്ളി മീഡിയേറ്റർ ചേട്ടനോട് എന്നാ ആദ്യം? മീഡിയേറ്റർ ഒന്നും എന്റെ സംസാരിക്കില്ല, ഞാൻ ആരാന്ന് വിചാരിച്ചു. സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ പോണ ദിവസം ഞാൻ ലെറ്റർ പോയി കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഷൂട്ടിംഗ് ഹംസമാണ് വരുന്നത്. അങ്ങനെ ലെറ്റർ എഴുതിയപ്പോൾ എനിക്ക് തിരിച്ചെഴുതി, എൻ്റെ ജീവിതത്തിൽ എന്താ കല്യാണം എന്ന് പറയണതില്ല, എൻ്റെ ജീവിതം മുഴുവൻ സിനിമ മാത്രമാണ്, മറ്റതാണ് കുറെ സാഹിത്യമൊക്കെ. ഞാൻ വിചാരിച്ചു ഇത് നന്നാവാൻ പോണില്ല, എന്നാലും ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഷൂട്ടിങ് ഇവിടെ കഴക്കൂട്ടത്ത്, ഇവിടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി. അവിടെ വന്നപ്പം ഞാൻ അച്ഛനും കൂടെയാണ് വന്നപ്പം എനിക്ക് ഫുഡ് മാറി കഴിച്ചിട്ട് വൊമിറ്റിങ് തുടങ്ങി മെഡിക്കൽ കോളേജ്. അപ്പോഴേക്കും വീട്ടുകാരും പക്ഷെ തിക്കുറിശമ്മ അറിഞ്ഞു ഇത്. അങ്ങനെ അവൻ വീണ്ടും ഈ ഇരട്ടത്തെ വീട്ടിൽ, ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ അച്ഛൻ അയ്യപ്പ ഭക്തനായിരുന്നു, ഭയങ്കര അയ്യപ്പ ഭക്തൻ. 18 പടിയാണ് വീട്ടിലോട്ട് കയറുന്നതും ഇറങ്ങും. അപ്പം തിക്കുറിശമ്മ 18 പടി ഇറങ്ങി സന്ധ്യ നേരത്ത് വന്ന് നിലവിളക്കിലാണ് എന്നെ അമ്മാവൻ കണ്ടത്. ലൈറ്റ് ഇല്ല, അത് ചോദിച്ചില്ല, അത് കയ്യിൽ നിന്ന് എടുത്ത. പക്ഷെ അമ്മാവനാണ് ഓക്കെ പറഞ്ഞത്. പക്ഷെ അപ്പൊ എന്റെ ഫാദർ ഇല്ലായിരുന്നു. ഫാദർ അപ്പൊ ഞാൻ റിട്ടയർ ആയിട്ട് ഇങ്ങനെ ശബരിമലയിൽ ഇപ്പൊ 40 ദിവസമൊക്കെ 40 ദിവസം അവിടെ ആയിരിക്കും. ശബരിമല തുറന്നു കഴിയുമ്പോൾ 40 ദിവസം മേശാന്തി ഒക്കെ ആയിട്ട് ഭയങ്കര വർഷങ്ങളായിട്ട് പോണെ കൊണ്ട് 40 ദിവസം അവിടെ വരും. 41 ദിവസം നട അടച്ചിട്ടൊക്കെ വരും. ഈ സമയത്തും അച്ഛനില്ല. അച്ഛൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. അച്ഛൻ ഇങ്ങനെ ഒരു സഞ്ചിട്ട് അച്ഛൻ അങ്ങ് പോകും. കുറെ കാലം പിന്നെ കാണില്ല. അപ്പൊ പിന്നെ എവിടെയെന്നുള്ളത് അങ്ങനെ നോക്കിയപ്പോൾ പഴനിയിലുണ്ടെന്ന് അറിഞ്ഞ്. പിന്നെ എൻ്റെ ബ്രദർ പോയി പഴനി പോയി സംസാരിച്ചപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ സിനിമ എന്നുള്ള അച്ഛൻ്റെ കല ഉള്ളിലുള്ളതുകൊണ്ട് സിനിമയോട് വെറുപ്പില്ല. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ടും രണ്ട് ധ്രുവത്തിലാണെന്ന് തോന്നുന്നു. നമ്മൾ വെറും നാട്ടുംപുറത്ത്, നീ ഒരു സ്കൂൾ അധ്യാപകൻ്റെ മകൾ, അപ്പുറത്ത് ലോക പ്രശസ്തയായ തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞ അവരുടെ വീട്ടിലാണ് താമസം. അവിടത്തോട്ടാണ് പറഞ്ഞത്. നിൻ്റെ ജീവിതം രണ്ടും രണ്ട് തരത്തിലാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ മാത്രം. അതൊന്ന്. രണ്ടാമത്, ഒരിക്കലും ഒരു കാരണവും പറഞ്ഞ് അല്ലെങ്കിൽ കൊള്ളില്ല, അത് എനിക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ പേര്, അച്ഛനാണ് ഭയങ്കര പേരാണ്, അവാർഡൊക്കെ വാങ്ങിച്ച് അച്ഛനെ അറിയാത്തവരാരും ഇല്ല ആ ഒരു പ്രദേശം. അച്ഛൻ്റെ പേരെന്നാ ചേച്ചി? KS നായർ. ഓക്കെ. അപ്പം അച്ഛൻ്റെ പേര് കളയരുത്, അത് വാക്കാണ്. ആ വാക്കുന്നവരെ ഞാൻ വായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. പക്ഷെ എന്നാലും ചേച്ചി, എനിക്ക് ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അല്ല, അഡ്ജസ്റ്റ്മെന്റ് ആണ് അതിന് ജീവിതം. ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഇല്ലാത്തതും അത് തന്നെയാണ്. ഇപ്പൊ ദേഷ്യം ഉണ്ടാവും. ഇപ്പൊ ഏട്ടന് ദേഷ്യമുണ്ട്, എനിക്ക് ദേഷ്യമുണ്ട്, രണ്ടുപേർക്കും ദേഷ്യമുണ്ട്. ഞങ്ങൾ വഴക്കൂടാറുണ്ട്. എന്റെ മോൻ പറയും, എന്റെ മോൻ എപ്പോഴും പറയും, നിങ്ങളല്ലേ ഇപ്പൊ വഴക്കൂടിയത്, 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ സ്നേഹം. ഞാൻ പറഞ്ഞാൽ അതാണ് ജീവിതം. അല്ല, നമ്മൾ വഴക്കൂടിയിട്ട് ഇങ്ങനെ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുമ്പോഴാണ് അതുമ്പിലാണ് പിന്നെ ഇങ്ങനെ പോണത്. അത് പോയി 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 പിന്നെ അത് ഇങ്ങനെയാവും. ആ വഴക്കുകൂടി നമ്മളൊരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളത് മറക്കണം. അത് മറക്കാത്തതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ കണ്ടിടത്തോളം, എനിക്ക് മനസ്സിലായിടത്തോളം, ഇപ്പം പഠിത്തം കഴിഞ്ഞുകൊണ്ട് അവർക്ക് ജോലി കിട്ടും, കയ്യിൽ കാശ് കണ്ടമാനം, അവർ ലാവിഷായിട്ട് ജീവിക്കണം. അത് കഴിഞ്ഞ് വേറൊരാളുടെ കയ്യിലോട്ട് പോകുമ്പം ആ പൈസ അല്ലെങ്കിൽ എന്തിനാ അത്രയും പൈസ, എന്തെങ്കിലും അങ്ങനെ ആ പൈസയുടെ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ തനിയെ ജീവിച്ച് തനിയെ ലാവിഷായിട്ട് ജീവിച്ചിട്ട് പിന്നെ വേറൊരാളുടെ കൺട്രോളിൽ ജീവിക്കുമ്പം അവർക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അത് തന്നെ ഇല്ല, മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റാണ് ജീവിതം. ചേച്ചി അഭിനയിച്ച ഫസ്റ്റ് ഫിലിം അല്ലേ, അതിനകത്ത് ശരിക്കും റിയൽ ആർട്ടിസ്റ്റ് മുരളിച്ചേട്ടനെ റിയൽ കോൺട്രിബ്യൂട്ടഡ് ടു സിനിമ വിപിൻ സാർ എന്ന് കേട്ടിട്ടുണ്ട്.
ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആണോ എന്ന് ഡയറക്ടർ സാർ ചോദിച്ചത് വിപിൻ സാറിന്റെ അടുത്തല്ലേ? അതെ. അപ്പോൾ ഞാൻ സത്യം അത് ഗോപി ചേട്ടനാണ് ഇതൊക്കെയാണോ? ഞാൻ പറഞ്ഞു ഇയാൾ ആരാ ഞാൻ പറഞ്ഞു ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ്, ഇയാൾ മലയാള സിനിമയിൽ കുഴപ്പമുണ്ടാക്കുന്നത്. സത്യമായിട്ട് ഞാൻ പറഞ്ഞാണ്. അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എത്ര പേര് ജീവനോടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞാൽ, കാരണം ക്യാമറ കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ആക്ടറുടെ ഒരു എനർജി നമുക്ക് മനസ്സിലാവും. ഇത് ഒരു ഷോട്ടിൽ അഭിനയിച്ചാൽ മതി ഒരു നടൻ, ഒരു ഷോട്ടിൽ. ആ ഷോട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ സൂക്ഷിക്കേണ്ട മനുഷ്യനാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നടിക്കും തോന്നില്ലേ? നടിക്കും തോന്നും. നടിക്കും തോന്നും, അത് നടിക്കും തോന്നും. എന്തോന്ന്? അങ്ങനെ നടിയിലും തോന്നും. അവിടെ നടിയിലും തോന്നും. ആ അഭിപ്രായം ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ മുരളിച്ചേട്ടനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ അഭിപ്രായം ഒന്ന് പറഞ്ഞായിരുന്നേ. ഇപ്പല്ല, ഞാൻ എന്തായാലും ഇത് പാഴായി പോയി. ഇത് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞ് അവസാനം കല്യാണത്തിന് സമ്മതിച്ചപ്പം 2 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, അഭിനയിക്കാൻ പാടില്ല, ജോലിക്കും പോകാൻ പാടില്ല. ഇത് 2 ഞാൻ ഇന്നേ വരെ ചെയ്തു. എന്തൊരു അബദ്ധമല്ലേ ഞാൻ ചെയ്തത്. ചേച്ചിയെ കിട്ടിയതിന് ശരിക്കും ഒരു ഭാഗ്യം വേണം. പക്ഷെ അതല്ല, ഒരു ഡാൻസ് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ നിർത്തി. ഞാൻ മൊത്തത്തിൽ ഡാൻസ് ചേച്ചി ചെയ്യുന്നുണ്ട്. അത് കളയണ്ട ചേച്ചി. കറക്റ്റ്. ഞാൻ കുറെ നേരമായിട്ട് വർത്താനത്തിനല്ല, സാറാണെങ്കിൽ അവസരം മൂടി വെച്ച എന്റെ ഭക്ഷണം ഞാൻ ഇനി വിളമ്പി വെച്ച് ബാക്കി വിശേഷിച്ചേക്കട്ടെ. ബാക്കി വിശേഷം ഇത് വിളമ്പിയ പിന്നെ ഒന്നും വിശേഷമില്ല. എന്നാലും ഇച്ചിരി വിശേഷം. വെള്ളം കുടിക്കാൻ എന്നാ പിന്നെ ഇന്ന് നമുക്ക് തെളിച്ചേച്ചോള് ഇത് കഴിച്ചേച്ച് എനർജി ആവോ, വെള്ളം കുടിച്ചേച്ച് ഇങ്ങോട്ട് വീഴുവോ നോക്കാലോ. മനപ്പൂർവ്വം വീഴല്, അതും ഞാൻ പറഞ്ഞേക്കാം. അല്ല, അത് വാനിയല്ലേ ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കണ റൈത്ത എപ്പോഴും ഉണ്ടാക്കി. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. സാലഡ് ഒരു മെയിൻ കോഴ്സ് ആണോ ചേച്ചി വീട്ടിനകത്ത്? എപ്പോഴും നമ്മൾ സ്ഥിരം സാലഡ് കഴിക്കും ഉച്ചയ്ക്ക് ചോറിന്റെ കൂട്ടത്തിൽ. അല്ല, തൈര് ഇട്ടിട്ടും അല്ലാതെയും തൈരിട്ട് അല്ലാതെയും ഉണ്ടാക്കും. നാടൻ ഭക്ഷണമാണോ ചേച്ചി എപ്പോഴും ഉണ്ടാക്കുക, അതോ ഇറ്റാലിയനും കോണ്ടിനെന്റലും ഒക്കെ ട്രൈ ചെയ്യോ? ആരെങ്കിലും വരുമ്പോ അവരുടെ മേലെ. അതല്ല, അത് അങ്ങനെ ഉണ്ടാക്കുമ്പോ ആദ്യം ഇവിടെ കൊടുത്തിട്ട് ചുമ്മാ അങ്ങ് കാച്ചേക്കുവാ. എത്രയൊക്കെ ആയാലും ഹസ്ബൻഡ് പറയുന്നതാ കറക്റ്റ് അഭിപ്രായം അല്ലേ ചേച്ചി? ഭയങ്കര അഭിപ്രായമാണ് ഫുഡ്. കണ്ടോ, മോളിപ്പോ ഡയറ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കൂടുതൽ സംഭവം. പക്ഷെ ചേച്ചി നല്ല വർക്ക്ഔട്ട് ചെയ്യും, നല്ല അസൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. അതുകൂടെ മാത്രല്ല എന്നാ ഡാൻസ് ആണോ ഞാൻ അറിയുന്നുണ്ട് തിരുവനന്തപുരം സിറ്റിയില്. ഫീലിംഗ് പ്രൗഡ് കേട്ടോ ചേച്ചി. ബീയിങ് എ വിമൻ ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ചേച്ചി ഇങ്ങനെ 25 വർഷത്തിന് ശേഷം ഞാൻ ഗുരുവായൂർ മോഹിനിയാട്ടം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വൈലോപ്പള്ളി ചെയ്തു. ഇപ്പോൾ ക്ലബ്ബിൽ ഭരതനാട്യം 40 വർഷത്തിന് ശേഷം ഞാൻ അരങ്ങേറ്റത്തിന് കലാമണ്ഡലത്തിൽ കളിച്ച ഐറ്റം അവിടെ കളിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ, അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലായില്ലേ? എന്തായാലും സാറിനും ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്.